ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പലഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തേക്ക് 1.5 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി ചേർക്കുകയാണ്. പലഹാരം മൊരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അരിപ്പൊടി ചേർക്കുന്നത്. ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാവാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു കട്ടിയിലാട്ടോ മാവ് വേണ്ടത്. നിങ്ങളുടെ ഇതിനേക്കാളും ലൂസാണെങ്കിൽ കുറച്ചും കൂടെ മാവ് ഇട്ട് കൊടുത്തിട്ടൊന്ന് കട്ടിയാക്കി എടുത്താൽ മതി. ഇതിലേക്ക് പലഹാരം പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 2 നുള്ള അപ്പക്കാരം ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പലഹാരം പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചേർക്കുന്നത്. ഇതിലേക്ക് വേണ്ടത് ആപ്പിളാണ്. അപ്പോൾ ഞാനിവിടെ 3 ആപ്പിൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ആപ്പിളിൻ്റെ തൊലി ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ഓരോ ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നല്ലൊരു കളറാകുന്ന വരെ പൊരിച്ചെടുക്കണം. നല്ല ഗോൾഡൻ നിറായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത്രയുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.